ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കാരമൽ പുഡിംഗ് ആണ്. ഉണ്ടാക്കാനാണെങ്കിലും വളരെയധികം എളുപ്പമാണ്. ഒരു നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. വായിലിട്ടാൽ അങ്ങനെ അലിഞ്ഞു പോകും ഈ ഒരു പുഡിംഗ്. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. കണ്ണടച്ച് ആസ്വദിച്ച് കഴിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് സെപ്റ്റംബർ മാസത്തെ ഗിവ് അവേ വിന്നേഴ്സിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് വരാം. സെപ്റ്റംബർ മാസത്തേക്ക് ആകെ വന്ന മെയിലുകളുടെ എണ്ണം 1656 ആണ്. അപ്പോൾ നമുക്ക് 1656 ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വിന്നർ വന്നിരിക്കുന്നത് 120 ആണ്. 120 ആരാന്ന് നോക്കാം. 120 ഷീജ ലിജോ ഷീജ10@gmail.com ആണ്. കൺഗ്രാജുലേഷൻ ഷീജ. നമുക്ക് സെക്കൻഡ് വിന്നറിനെ സെലക്ട് ചെയ്യാം. 1656 സെക്കൻഡ് വിന്നർ വന്നിരിക്കുന്നത് 1561 ആരാന്ന് നോക്കാം. 1561 നിഖില മിഥുൻ 001@gmail.com. കൺഗ്രാജുലേഷൻ നിഖില മിഥുൻ. 2 വിന്നേഴ്സിനും ഒരിക്കൽ കൂടി കൺഗ്രാജുലേഷൻ. വിന്നേഴ്സിനെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. അടുത്ത മാസത്തേക്കുള്ള ഗിവ് അവേക്കുള്ള മെയിലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അയക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അയച്ചു തുടങ്ങിക്കോളൂ. അതിനെപ്പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. ഇല്ലെങ്കിൽ ചിക്കൂസ് ഡൈൻ ഗിവ് അവേ എന്നൊന്ന് സെർച്ച് ചെയ്താലും മതി യൂട്യൂബിൽ. അത് കണ്ടിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നമ്മുടെ ബനാന കാരമൽ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഒരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇപ്പോൾ പഴുത്തിട്ടങ്ങ് നമുക്ക് കഴിക്കാൻ പറ്റാതെയൊക്കെ കുട്ടികളൊക്കെ കഴിക്കാതിരിക്കത്തില്ലേ. അപ്പോൾ ആ ഒരു പഴം എടുത്തിരുന്നാൽ മതി. അത് നമുക്ക് തൊലി കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കാം. 4 മുറിച്ചിട്ടുണ്ട്. നടുവിലത്തെ ആ കറുത്ത നാരുണ്ടല്ലോ, അത് വേണമെങ്കിൽ എടുത്ത് കളയാം. കളഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കളയുന്നുണ്ട്. നമുക്കതൊന്നുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടങ്ങ് അരിഞ്ഞെടുക്കാം. എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടീസ്പൂണൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് വാടിക്കെട്ടോ. കുറഞ്ഞ തീയിൽ അവിടെ വെച്ചിരുന്നാൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അത് മുട്ടയിരിക്കുന്ന ഭാഗം കുറച്ചൊരു ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇളക്കിയിട്ട് കൊടുക്കാം. അത് മതി. ഇനി നമുക്കിത് പുഡിംഗ് ഉണ്ടാക്കാനുള്ള ഒരു ട്രേ എടുക്കാം. ഞാനൊരു ഗ്ലാസിന്റെ ട്രേ എടുത്തത്. സ്റ്റീലിന്റെ ആയാലും അലുമിനിയത്തിന്റെ ആയാലും ഒന്നും കുഴപ്പമില്ല. ഗ്ലാസ് ബൗൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബോറോസിലിക്കേറ്റിന്റെ ഗ്ലാസ് എടുക്കണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ അത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് പഞ്ചസാര ഇതുപോലെ കാരമലൈസ് ചെയ്യാനായിട്ട് നല്ല കട്ടിയുള്ള പാത്രം എടുക്കണം. സ്റ്റീൽ പാത്രം എടുത്താൽ കരിഞ്ഞു പോകും. ട്രിപ്ലി ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ അലൂമിനിയോ നോൺ സ്റ്റിക്കോ എടുത്തിരുന്നാൽ മതി. അപ്പോൾ കുറച്ച് കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് ഡാർക്ക് കളറായി പോയ ഒരു കയ്പ്പ് രസം വരും. അങ്ങനെ വേണ്ട, നല്ലൊരു ഗോൾഡൻ കളർ അത് മതി. ഇതായിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ എടുത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച ഉടനെ തന്നെ എല്ലായിടത്തേക്കുമായിട്ടൊന്ന് തിരിച്ചു മറിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് പെട്ടെന്ന് അങ്ങ് കട്ടിയായിപ്പോൾ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യരുത്, അപ്പം തന്നെ ചെയ്യണം. ഇനി നമുക്ക് 2 സ്ലൈസ് ബ്രെഡ് എടുക്കാം. അതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അരിക് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. കാരണം കാണുമ്പോൾ നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ്. അതൊന്ന് മുറിച്ചിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കുറച്ച് പഞ്ചസാരയിലേക്ക് ഒരു 2-3 ഏലക്കോ തൊലി പൊളിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുപാട് സമയത്ത് ഇളക്കി പതപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിൽ അടിക്കേണ്ട, ബീറ്ററുകൊണ്ടും അടിക്കേണ്ട, സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ചൂട് പാലല്ല, തണുത്ത പാലാണ്. ഇനി അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പഞ്ചസാര തരിയൊക്കെ അടിയിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൽറ്റായി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ആ ബ്രെഡും എല്ലാം ഒന്ന് മിക്സായി വരട്ടെ. നമുക്കൊരു സ്റ്റീമർ അടുപ്പത്ത് വെക്കാം. നമുക്ക് സാധാരണ ഇഡലി ചെമ്പായാലും മതി. ഇഡലി തട്ടെടുത്ത് കമത്തി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ബൗൾ വെച്ച് കൊടുക്കാം. അതൊന്ന് തിളച്ച് വരട്ടെ. നമുക്കിതാ നമ്മുടെ ട്രേയിൽ പഞ്ചസാര നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതിന് ക്രാക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ പഞ്ചസാരയിൽ കട്ടിയായപ്പോൾ വന്ന ക്രാക്കാണ്. ഇനി ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് പഴം വാട്ടി വെച്ചില്ലേ അതിട്ട് കൊടുക്കാം. അതെല്ലാം എടുത്തുമായിട്ട് അങ്ങ് നിരത്തി കൊടുക്കാം. അതിൻ്റെ മുകളിലേക്കായിട്ട് മുട്ടയും ബ്രെഡും പാലും എല്ലാം കൂടെ ഉള്ള മിക്സില്ലേ അതൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ചെമ്പിലെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ ട്രേ അതിലേക്ക് അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം. അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഈ ട്രേ അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ഈർക്കിലി കൊണ്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി, ആവി വെള്ളം അകത്ത് വീഴാതിരിക്കാനായിട്ട്. ഞാൻ പക്ഷേ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. അതിൻ്റെ മുകളിലേക്ക് ഒരു തുണി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ട്രേക്കകത്തോട്ട് മുട്ടാതെ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഈ അപ്പച്ചെമ്പിൻ്റെ അടപ്പ് കൊണ്ടങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ ആവിവെള്ളം അതിലേക്ക് വീഴില്ല, തുണി അങ്ങ് അബ്സോർബ് ചെയ്തോളും. തുണി അങ്ങ് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക, അത് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അതങ്ങ് കത്തിപ്പിടിക്കും. ഇത് നമുക്കൊരു 20 മിനിറ്റ് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. വിരൽ ഉള്ളിലോട്ട് പോകാതെ ശ്രദ്ധിക്കണം. നമുക്ക് എടുക്കാം, ഒന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്കിതെടുത്തങ്ങ് അടച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനിത് ഓവർനൈറ്റ് വെച്ച് തണുപ്പിച്ചെടുക്കാം. നന്നായിട്ട് തണുത്ത് വരണം, എന്നാലാണ് നല്ല ടേസ്റ്റ്. ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂറൊക്കെ അങ്ങ് വെച്ചിരുന്നാൽ മതി. ഇല്ലെങ്കിൽ തീരെ സമയമില്ല, ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ നന്നായിട്ട് തണുത്ത് കിട്ടും. നമ്മുടെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. കത്തി വെച്ചൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ഓടിച്ചിട്ടുണ്ട്. നമുക്ക് കമത്തിയിട്ട് കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ അങ്ങ് ഇളകി പോന്നോളും. അടിപൊളി, നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ കാരമൽ സിറപ്പൊക്കെ ഈ ട്രെയിൽ തന്നെ കുറച്ചുണ്ട്, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കഴിക്കാം, ഇല്ലെങ്കിൽ ഇതിപ്പം എല്ലാവരും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ ഇത് തന്നെ അങ്ങ് കോരി കഴിക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്, പ്രത്യേക ടേസ്റ്റ് ആട്ടോ. പഴത്തിൻ്റെ ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ താഴത്തെ ഒരു പുഡിങ്ങിൻ്റെ പോർഷൻ ആണെങ്കിൽ വായിലിട്ടാൽ മതി, ലിറ്ററലി വായിലിട്ടാൽ തന്നെ അലിഞ്ഞങ്ങ് പോകുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല, നമ്മൾ എല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്ത് ഒഴിച്ച് 20 മിനിറ്റ് ആവിയിൽ വേവിച്ചപ്പോഴത്തേക്കും റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.